അളവറ്റ ആഹ്ലാദവും പ്രതീക്ഷകളുമായി എത്തിയിരിക്കുന്ന ഈസ്റ്റർ ദിനത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഫോക്കസ് ഓൺ ഫൈനാൻസ് ആശംസകൾ നേരുന്നു. പുതിയ സാമ്പത്തിക വർഷം സമൃദ്ധിയുടെയും പ്രസരിപ്പിന്റേതും ഒക്കെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 20 മാസത്തോളമായി പീഡാനുഭവ പരമ്പരയിലൂടെ കടന്നുപോകുന്ന ഓഹരി നിക്ഷേപകർ കാത്തിരിക്കുന്നത് ഉത്സാഹ തിമിർപ്പിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ്. അതിനിടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് കരുതാൻ പോന്ന ചില സൂചനകൾ ഉണ്ടായത്. കഴിഞ്ഞ വ്യാപാര വാരത്തിന്റെ അവസാന ദിവസം വിപണിയിൽ മുന്നേറ്റം കാണുകയുണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. ആ മുന്നേറ്റം ഓഹരി വിലകൾ മെച്ചപ്പെടുകയായി എന്ന അമിത വിശ്വാസം മൂലമുള്ള ആശ്വാസ മുന്നേറ്റം, അതായത് റിലീഫ് റാലി മാത്രമായിരുന്നു എന്ന് സംശയിക്കാൻ ആണ് ന്യായം. അതോ വലിയ അളവിൽ അരങ്ങേറിയ വാല്യൂ ബൈയിങ്, ഷോർട്ട് കവറിംഗ് എന്നിവ മൂലമുണ്ടായ മുന്നേറ്റമായിരുന്നോ അത് എന്നും സംശയിക്കാം. പല നിക്ഷേപകരിൽ നിന്നും ഈ സംശയങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ 6 മുതൽ 10 വരെയുള്ള വ്യാപാര ദിനങ്ങളിലെ വിപണിയുടെ പ്രകടനം സംബന്ധിച്ച റിവ്യൂ ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പോലും പുകപടലങ്ങൾ മൂലം വളരെ അവ്യക്തമാണ്. സംഘർഷം സമ്പൂർണമായും അവസാനിച്ചു എന്ന് ബോധ്യമാകുന്നതുവരെ വിപണിയെ അനിശ്ചിതത്വത്തിൽ നിന്ന് ഉയരുന്ന ഭയാശങ്കകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് തീർച്ച. ഈ അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് ഈ മാസം, അതായത് ഏപ്രിൽ, വലിയ പ്രതീക്ഷകളുടേതാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം എന്നത് ഒരു കാരണം. പല സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിൽ വരുന്നത് ഈ മാസമാണല്ലോ. പ്രതീക്ഷയ്ക്ക് മറ്റൊരു കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിലെ 7 ഏപ്രിൽ മാസങ്ങളും വിപണിക്ക് അനുകൂലമായിരുന്നു എന്നതാണ്. 7 ഏപ്രിൽ മാസങ്ങളിലും നിഫ്റ്റി ഹരിത ശോഭയിലായിരുന്നു. ഈ ഏപ്രിലിലും ആ നേട്ടം ആവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏപ്രിൽ മാസങ്ങൾ പൊതുവെ വിപണിക്ക് അനുകൂലമാണെന്ന ചരിത്ര സത്യത്തോട് ചേർത്തു നിർത്താവുന്ന മറ്റൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടറിൽ, അതായത് അവസാനത്തെ 3 മാസം നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയിൽ അതിഭീമമായ ഇടിവാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ സ്മോൾ ക്യാപ് ഓഹരികളുടെ വിലയിൽ അത്ര തന്നെ ഭീമമായ കുതിപ്പ് ഉണ്ടാകാറുണ്ട് എന്നതാണ് അനുഭവം. 2009 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ 9 തവണ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടറിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികയിൽ 20 അതിലേറെയോ ശതമാനം ഇടിവ് സംഭവിച്ചതായി കാണാം. തൊട്ടടുത്ത സാമ്പത്തിക വർഷം സ്മോൾ ക്യാപ് ഓഹരികളുടെ വിലയിൽ ശരാശരി 64% വർധനയുണ്ടായതും ചരിത്രം. കോവിഡ് വ്യാപനത്തിൽ ഇടിഞ്ഞത് 47% ആയിരുന്നെങ്കിൽ തുടർന്ന് വന്ന 12 മാസം കൊണ്ട് നിഫ്റ്റിയിലുണ്ടായ വർധന 154%. ഇനി വരും ദിവസങ്ങളിലെ സാധ്യതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിപണിയുടെ നിലവിലെ സ്ഥിതി ഒന്ന് പരിശോധിച്ചു പോകാം. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കെ പിന്നിട്ട വർഷത്തിന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. കമ്പനികളിൽ നിന്ന് പുറത്തു വന്ന ദുർബലമായ ലാഭനഷ്ട കണക്കുകൾ, FIIകൾ, അതായത് വിദേശ ധനസ്ഥാപനങ്ങൾ, അവയിൽ നിന്നുള്ള ഭീമമായ ഓഹരി വിൽപ്പന, ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്ക് സംഭവിച്ച കനത്ത വിലയിടിവ്, ട്രംപിന്റെ താരിഫ് നയം, അസ്വസ്ഥതയ്ക്ക് കാരണമായ ആഗോള സംഭവവികാസങ്ങൾ എന്നിങ്ങനെ വിപണിക്ക് തീർത്തും പ്രതികൂലമായിരുന്നു കടന്നുപോയ സാമ്പത്തിക വർഷം. നിഫ്റ്റിയിൽ 5%, സെൻസെക്സിൽ 7% രേഖപ്പെടുത്തിയ നഷ്ടം. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം 95.21 നിലവാരത്തിലേക്ക് താഴ്ന്നതുപോലും കണ്ട വർഷമാണ് കടന്നുപോയത്. ഇത്ര വലിയ ഇടിവ്, അതായത് 11% ഇടിവ് കഴിഞ്ഞ 14 വർഷത്തിനിടയിലെ ആദ്യ സംഭവമാണ്. ഊർജ പ്രതിസന്ധിയിലേക്ക് കടന്നില്ലെങ്കിലും ക്രൂഡ് ഓയിലിന്റെ വില, അതിനുണ്ടായ വർധന രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതും കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നിരിക്കെ ഓഹരി വിപണിയുടെ സമീപ ദിവസങ്ങളിലെ പ്രകടനത്തെ സ്വാധീനിച്ചേക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണ വായ്പ നിർണയ സമിതി, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി, അതിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. 3 ദിവസത്തെ യോഗത്തിന്റെ തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഏപ്രിൽ 8 പ്രഖ്യാപിക്കും. കഴിഞ്ഞ യോഗത്തിൽ റെപ്പോ റേറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന നിരക്കുകളിൽ ഒരു മാറ്റവും നിർദ്ദേശിക്കാതിരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത്തവണയും ആ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. നിരക്കുകളിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു മാറ്റവും ശുപാർശ ചെയ്യുന്നില്ലെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെ പ്രഖ്യാപനം വിപണിയെ ബാധിക്കില്ല.
എന്നാൽ സാമ്പത്തിക ഭാവി സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര നടത്തുന്ന പരാമർശങ്ങൾ വിപണിയെ സ്വാധീനിക്കാം. പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഗവർണർ സൂചിപ്പിക്കുന്ന അനുമാനങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാമ്പത്തിക സാഹചര്യത്തിൽ വലിയ പ്രസക്തിയാണുള്ളത്. രൂപയുടെ വിനിമയ നിരക്കായിരിക്കും വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന മറ്റൊരു കാര്യം. കടന്നുപോയ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനത്തിൽ നിരക്ക് 93.10 എന്ന നിലവാരത്തിലേക്ക് മെച്ചപ്പെടുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 13 വർഷത്തിനിടയിൽ ഇത്ര വലിയ പ്രതിദിന നേട്ടം ആദ്യം കാണുകയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിശക്തമായ ഇടപെടലിന് വിദേശ നാണ്യ വിപണി വിധേയമായതിനാലാണ് ഈ നേട്ടം കൈവരിക്കാനായത്. വിദേശ നാണ്യ വിപണിയിലെ അതിരുവിടുന്ന ഊഹക്കച്ചവടത്തിന് കടിഞ്ഞാണിടുന്നതായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടികൾ. ആ നടപടികളുടെ തുടർന്നുള്ള സ്വാധീനം നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് രൂപയുടെ വരും ദിവസങ്ങളിലെ കയറ്റിറക്കങ്ങൾ ഓഹരി വിപണിക്ക് വളരെ നിർണായകമായിരിക്കും. അത് നിക്ഷേപകർ അനുദിനം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനികളിൽ നിന്ന് പുറത്തുവരുന്ന പ്രവർത്തന ഫലങ്ങൾക്ക് വിപണിയിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കും. മുമ്പൊക്കെ ഏതു ക്വാർട്ടറിലും ആദ്യമായി ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഇൻഫോസിസ് ടെക്നോളജീസ് ആയിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു മാറ്റമാണ് ഇത്തവണ കാണുന്നത്. ആദ്യ പ്രവർത്തന ഫലം പുറത്തു വരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ നിന്നാണ്. IT വ്യവസായത്തിന്റെ ആകമാന അവസ്ഥയിലേക്കുള്ള ചൂണ്ടുപലകയായും TCSന്റെ മാർച്ച് ക്വാർട്ടർ റിസൾട്ടിനെ കണക്കാക്കാം. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളാണ് വരും ദിവസങ്ങളിലും പതിവ് പോലെ വിപണിയെ സ്വാധീനിക്കാൻ ഇടയാക്കുന്ന മറ്റൊരു കാര്യം. ആ വാർത്തകളിൽ വിപണിക്ക് അനുകൂലവും അതുപോലെ തന്നെ പ്രതികൂലവുമായവ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിപണിയുടെ പ്രകടനം എല്ലാ ദിവസവും ഒരേ സ്വഭാവത്തിൽ ആയിരിക്കില്ല എന്ന് കരുതാം. കുത്തനെയുള്ള ഉയർച്ചകളും വീഴ്ചകളുമായിരിക്കും കാണാനാകുക. ഉയർച്ചയിൽ ഭ്രമിച്ച് നിക്ഷേപത്തിന് മുതിരുന്നതും അതുപോലെ തന്നെ വീഴ്ചയിൽ പകച്ച് ലോസ് ബുക്ക് ചെയ്യുന്നതും അഭികാമ്യമായിരിക്കില്ല. വളരെ പക്വതയോടെയുള്ള ഒരു സമീപനമാണ് നിക്ഷേപകർക്ക് ഈ അനിശ്ചിതത്വത്തിന്റെ അവസരത്തിൽ ആവശ്യം. വിപണിയുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങൾ ഏപ്രിൽ 1 നടപ്പായിട്ടുള്ളത് നിക്ഷേപകർ ശ്രദ്ധിക്കാതെ പോകരുത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അതായത് F&O വിഭാഗത്തിൽ നടത്തുന്ന ഇടപാടുകൾക്ക് വളരെ ഉയർന്ന തോതിലുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ് ടാക്സ് STT പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഫ്യൂച്ചേഴ്സിന് 180% സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ ഉണ്ടായിട്ടുള്ള വർധന. ഓപ്ഷന് വർധന 50%. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇടപാടുകൾക്ക് വേണ്ടി വരുന്ന ചെലവ് ഇതേ തുടർന്ന് വളരെ ഭീമമായിരിക്കുമെന്ന് ചുരുക്കം. ഊഹക്കച്ചവടം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ചില നടപടികൾ കർശനമാക്കിയിട്ടുമുണ്ട്. അതും ഈ ഏപ്രിൽ 1 നിലവിൽ വന്നു കഴിഞ്ഞു. ഈ പരിഷ്കാരങ്ങളുടെയൊക്കെ ഫലമായി വ്യാപാരത്തിന്റെ അളവിൽ വരും ദിവസങ്ങളിൽ കാര്യമായ ഇടിവ് അനുഭവപ്പെടാം. അല്ലെങ്കിൽ തന്നെ ചില്ലറ നിക്ഷേപകർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇടപാടുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് നല്ലത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രമുള്ള, അതായത് ധനസ്ഥാപനങ്ങൾക്ക് മാത്രം യോജിച്ച വ്യാപാര തന്ത്രമാണെന്ന് മനസ്സിലാക്കുക. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇടപാടുകൾ നടത്തുന്ന ചില്ലറ നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷത്തിനും കൈപൊള്ളുന്നതായാണ് കണ്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പലതവണ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. ക്രൂഡ് ഓയിൽ ലഭ്യത, അതിന്റെ വില നിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട മാറ്റമറിച്ചിലുകളാണ് വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന് കാര്യമായ തടസ്സം ഇല്ലെന്നത് വളരെ ആശ്വാസകരമാണ്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 50% ഹോർമുസ് വഴിയാണ്. LPG ഇറക്കുമതിയുടെ 60%, LNG ഇറക്കുമതിയുടെ 70% എന്നിവയും ഹോർമുസ് വഴി തന്നെ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവയിൽ നിന്നുള്ള പിന്തുണ തൽക്കാലം വിപണിക്ക് പ്രതീക്ഷിക്കാൻ ആവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള പിന്തുണ തൽക്കാലം വിപണിക്ക് പ്രതീക്ഷിക്കാൻ ആവില്ലെങ്കിലും വരും ദിവസങ്ങളിലും ആഭ്യന്തര ധനസ്ഥാപനങ്ങളുടെ, അതായത് LIC, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ധനസ്ഥാപനങ്ങളുടെ പിന്തുണ വിപണിക്ക് ലഭിക്കുമെന്ന് ഉറപ്പിക്കാം. ഇനി സെൻസെക്സ്, നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് എന്നീ വിലസൂചികകളുടെ ക്ലോസിംഗ് നിലവാരം നോക്കാം. സെൻസെക്സ് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് 73,319.55 നിലവാരത്തിലാണ്. നിഫ്റ്റി 50യുടെ ക്ലോസിംഗ് നിലവാരം 22,713.10 ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചികയാകട്ടെ 51,548.75 നിലവാരത്തിലാണ് അവസാനിച്ചത്.
സൂചികകളിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ കണ്ട മുന്നേറ്റം ശുഭസൂചനയായി കണക്കിലെടുക്കുന്നതിൽ ചെറിയൊരു അപകടമുണ്ട്. ആ മുന്നേറ്റത്തിന് പ്രധാനമായും കാരണമായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാല്യൂ ബൈയിങ്, ഷോർട്ട് കവറിംഗ് എന്നിവയാണ്. പല ഓഹരികളുടെയും വിലകൾ തികച്ചും ന്യായമോ അതിലേറെയോ താഴ്ന്നിരിക്കുന്നതാണ് വാല്യൂ ബൈയിങ്ങിന് നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നത്. ഇതിനെ അഭികാമ്യമായതും ദീർഘദർശനം ഉൾക്കൊള്ളുന്നതുമായ കാര്യമായി കണക്കാക്കാം. വിലകൾ വലിയ ഇടിവിന് വിധേയമായിരിക്കുന്നതിനുള്ള പല കാരണങ്ങളിലൊന്ന് അമിത വിൽപ്പനയാണ്. ഓവർ സോൾഡ് എന്ന് പറയാവുന്ന അവസ്ഥ. ഇതാണ് ഷോർട്ട് കവറിംഗ് ഇത്ര അനിവാര്യമാക്കിയത്. ഇനി നിഫ്റ്റിയുടെ സമീപദിന സാധ്യതകൾ പരിശോധിക്കാം. 22,250, 22,300 നിലവാരത്തിൽ മോശമല്ലാത്ത പിന്തുണയുള്ളതായി കരുതാം. നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിട്ടേക്കാവുന്ന നിലവാരം 23,000, 23,100 ആയിരിക്കും. ആ നിലവാരം കടന്നാൽ എല്ലാം ശരിയാകും എന്നർത്ഥമില്ല. 23,450 പിന്നിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മികച്ച മുന്നേറ്റത്തിന് നിഫ്റ്റിക്ക് കരുത്തുണ്ടെന്ന് വിശ്വസനീയമായി കരുതാനാകൂ. ഇനി വിവിധ കമ്പനികൾ അറിയിച്ചിട്ടുള്ളതും നിക്ഷേപകർ അറിയേണ്ടതുമായ ചില തീയതികൾ നോക്കാം. ഡിവിഡന്റ് അതായത് ലാഭവീതം, അതിന്റെ വിതരണത്തിനായി ചില കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകളുണ്ട്. അതിൽ പ്രധാനമായത് വരുൺ ബെവറേജസ് ആണ്. വരുൺ ബെവറേജസ് അന്തിമ ലാഭവീതം നൽകുന്നതിന് വേണ്ടി ഏപ്രിൽ 8 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിൽ 9 ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അന്തിമ ലാഭവീതം നൽകുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. GM ബ്രൂവറീസ് ഇടക്കാല ലാഭവീതം നൽകുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതിയും ഏപ്രിൽ 9 തന്നെ. ഇനി ചില കമ്പനികൾ അവയുടെ ബോർഡ് മീറ്റിംഗ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്ന തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടവ ഒന്ന് അരബിന്ദോ ഫാർമയാണ്. അരബിന്ദോ ഫാർമയുടെ ബോർഡ് യോഗം ഏപ്രിൽ 6 ചേരുന്നു. ബോർഡിന്റെ അജണ്ട എന്ന് പറയുന്നത് ഷെയറുകളുടെ ബൈബാക്കാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വിലയിരുത്തുന്നതിനും അന്തിമ ലാഭവീതം പ്രഖ്യാപിക്കുന്നതിനും അതുപോലെ തന്നെ ഫലപ്രഖ്യാപനം നടത്തുന്നതിനുമൊക്കെയായി നിശ്ചയിച്ചിട്ടുള്ള തീയതിയും ഏപ്രിൽ 9.